മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ധർമ്മസ്ഥലയിൽ സത്യങ്ങൾ കുഴിച്ചെടുക്കുകയാണ്. ഇന്നും പരിശോധന തുടരും. 3 പോയിന്റുകളിലാണ് ഇനി പരിശോധന നടത്താനുള്ളത്. ഇന്നലത്തെ പരിശോധനയിൽ കൂടുതൽ അസ്ഥികൾ ലഭിച്ചതിനാൽ തെരച്ചിലിന് ഉയർന്ന ഉദ്യോഗസ്ഥരെത്തിയേക്കും. ശേഖരിച്ച അസ്ഥികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, വലിയ പുരോഗതിയുണ്ട് തെരച്ചിലിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയും അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന? വിനീത, കഴിഞ്ഞ 6 ദിവസമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ വലിയ ഒരു അനിശ്ചിതത്വത്തിൽ ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇന്നലെ ഒരു അപ്രതീക്ഷിതമായ ഒരു പുതിയ പോയിന്റിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ അസ്ഥിയുടെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തിയത്. തലയോട്ടിയുടെയും അതുപോലെ തന്നെ നട്ടലിൻ്റെയും ഒക്കെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയാണ് എങ്കിൽ ഈ കേസിൽ അത് വലിയ ഒരു വഴിത്തിരിവാണ്. എന്തായാലും അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന ഉൾപ്പെടെ പൂർത്തിയായാൽ മാത്രമേ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഈ ശേഖരിച്ചിട്ടുള്ള അസ്ഥിഭാഗങ്ങൾ ബംഗളൂരുവിലെ ലാബിലേക്ക് ഇന്ന് തന്നെ മാറ്റും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്ക് ചെയ്ത, അതായത് നേരത്തെ അടയാളപ്പെടുത്തിയ 13 പോയിന്റുകളിൽ 3 പോയിന്റുകളാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. അതിൽ 11, 12, 13. 11ഉം 12ഉം ഇന്നലെ തെരച്ചിൽ നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ സാക്ഷി വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായാണ് ഒരു പുതിയ പോയിന്റിൽ തനിക്ക് ചില സംശയങ്ങളുണ്ട്, തനിക്ക് ചില കാര്യങ്ങൾ അവിടെ ഈ അസ്ഥികൾ കുഴിച്ചിട്ടതായി എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ പറയാനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഈ അന്വേഷണ സംഘം ഇന്നലെ ഒരു പുതിയ സ്പോട്ടിൽ, അതായത് 11ാമത്തെ സ്പോട്ടിൽ നിന്നും 100 അടി വനത്തിലേക്ക് മാറിയുള്ള ഒരു പുതിയ സ്പോട്ടിൽ തിരച്ചിൽ നടത്തിയത്. അവിടെ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. ഇനിയിപ്പോൾ ഇന്ന് പരിശോധന നടത്തുക 11ാമത്തെ സ്പോട്ടിലേക്കായിരിക്കും. 11ഉം 12ഉം ഒരുപക്ഷെ ഇന്ന് തന്നെ പരിശോധന നടത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഈ പുതിയ പോയിന്റിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത് ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയാണ്. കാരണം മൂന്നാമത്തെ ഈ പരിശോധന ആരംഭിച്ച്, മണ്ണ് നീക്കിയുള്ള പരിശോധന ആരംഭിച്ച് 3ാമത്തെ ദിവസം 6ാമത്തെ പോയിന്റിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു തെളിവ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതും ഈ പറയുന്നത് പോലെ മനുഷ്യ അസ്ഥികളുടെ 14 ഭാഗങ്ങളാണ്, 14 അസ്ഥി കഷ്ണങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് അന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ടേക്ക്, അതായത് 6ാമത്തെ സ്പോട്ട് കഴിഞ്ഞ് 10ാമത്തെ സ്പോട്ട് വരെ എത്തുമ്പോഴും ഒരു തെളിവും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഓരോ പോയിന്റുകളിൽ നിന്നും മണ്ണ് നീക്കുന്നു, പരിശോധിക്കുന്നു. പക്ഷേ നിരാശരായി തന്നെ അന്വേഷണ സംഘം മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ പുതിയൊരു പോയിന്റിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് അപ്രതീക്ഷിതമായി ഇത്തരം ചില നിർണായകമായ തെളിവുകൾ ലഭിച്ചത്. ഈ തെളിവുകൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ പരാതികൾ, അതായത് ഈ ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി കൂടുതൽ പരാതികൾ SIT സംഘത്തിന് മുമ്പാകെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. നേരത്തെ ഉയർന്നു വന്ന പരാതികളാണെങ്കിൽ കൂടി അത് SIT സംഘത്തിന് മുന്നിൽ ഔദ്യോഗികമായ പരാതിയായി എത്തിക്കുക എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ പരാതികൾ SIT സംഘത്തിന് മുൻപാകെ നൽകുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി കടന്നിട്ടുമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ തന്നെ ഈ സാക്ഷിയെ സ്വാധീനിക്കാനും സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അന്വേഷണ ഈ SIT സംഘത്തിലെ ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥ ഗൗഡ സിസി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ കൂടിയാണ്. അദ്ദേഹത്തെ ഇതുവരെയും ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയോ ഉള്ള നടപടികളൊന്നും തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ, അതായത് അദ്ദേഹത്തെ ഇനിയും കൂടുതൽ തെളിവുകൾ കിട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും ഈ SIT സംഘത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. അദ്ദേഹത്തെ ഈ SITയിൽ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ശക്തമാക്കുന്നുണ്ട്. എന്തായാലും ധർമ്മസ്ഥലയിൽ ഇതുവരെ, അതായത് 10ാമത്തെ സ്പോട്ടിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഈ കേസിൻ്റെ മുന്നോട്ട് പോക്ക് ഒരു ചോദ്യചിഹ്നമായി നിലനിന്നിരുന്നുവെങ്കിൽ പുതിയ ഒരു പോയിന്റിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചത് അത് നിർണായകമായ ഒരു വഴിത്തിരിവായി തന്നെ മാറുകയാണ്. എന്തായാലും സാക്ഷിയുടെ ആരോപണത്തെ, കൂട്ടക്കൊല നടന്നു എന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ള ഈ പറയുന്ന മനുഷ്യാസ്ഥികളുടെ ഭാഗങ്ങൾ. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആരുടേത്, എത്ര വർഷത്തെ പഴക്കമുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന അസ്ഥികളുടെ ഭാഗങ്ങൾ അവിടത്തേക്ക് എത്തിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഈ ലഭിച്ച അസ്ഥിഭാഗങ്ങൾ ഇന്ന് ബംഗളൂരുവിലെ ലാബിലേക്ക് മാറ്റും. വിനീത. ശരി, അർജുൻ കല്യാട് വിവരങ്ങൾ നൽകുകയായിരുന്നു ധർമ്മസ്ഥലയിൽ നിന്ന്. അർജുൻ, ഇന്നും പരിശോധനകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി എത്താം.